ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോയിലുകളെ കുറിച്ചാണ്. എന്താണ് കോയിൽ, അവ സർക്യൂട്ടിൽ എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാം. കോയിൽ എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രത്തിലും കൂടെ കാണുന്നുണ്ടാവും. കോപ്പർ വയറുകൾ ഇതുപോലെ ചുറ്റുകളാക്കി വെച്ചിരിക്കുന്നതിന് കോയിൽ എന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടാവും. പല ടൈപ്പിലുള്ള കോയിലുകൾ ഈ രൂപത്തിൽ പല ഷേപ്പിലും കോയിലുകൾ വരുന്നുണ്ട്. കോയിലിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഒരു കോയിലിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ കോയിൽ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടും. ഇനി ഒരു കോയിലിലൂടെ കാന്തമാണ് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഇലക്ട്രിക്കൽ എനർജി രൂപപ്പെടും. ഈ ഒരു ഇതിനെ പറയുന്നത് ഫാരഡേസ് ലോ എന്നാണ് പറയുന്നത്. ഈ ഒരു ലോയുടെ അടിസ്ഥാനത്തിലാണ് കോയിലുകൾ പ്രവർത്തിക്കുന്നത്. ഇതിങ്ങനെ കാന്തിക പ്രഭാവം ഉണ്ടാകുന്നെങ്കിൽ കൂടി തന്നെയും ആ കാന്തിക മണ്ഡലത്തിന് ശക്തി കുറവായിരിക്കും. അപ്പോൾ ആ ശക്തി കൂട്ടാൻ വേണ്ടിയാണ് ഈ കോർ വെച്ച് കൊടുക്കുന്നത്. കോർ വെക്കുന്നതോടുകൂടി ഈ കാന്തിക മണ്ഡലത്തിന് കൂടുതൽ ശക്തി കൈവരും, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. ഇവിടെ ഈ കോയിലിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പിക്ക് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഉൽപ്പാദിപ്പിക്കും. ഈ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടും. ഈ ഇലക്ട്രിക്കൽ എനർജി പിന്നീട് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തിനനുസരിച്ച് ഇതിൽ നിന്നും സപ്ലൈ ചെയ്യപ്പെടും. അതായത് കറണ്ടിൻ്റെ ഏറ്റക്കുറച്ചുകൾ ഇല്ലാതാക്കും കോയിൽ. അതാണ് കോയിൽ പ്രധാനമായിട്ടും ഒരു സർക്യൂട്ടിനകത്ത് ചെയ്യുന്നത്. കോയിലുകൾ എന്തെല്ലാം കാര്യത്തിനാണ് ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മളെ വോൾട്ടേജ് കൂട്ടാനും കുറക്കാനും വേണ്ടി പഴയ കാലത്തൊക്കെ നമ്മൾ സ്റ്റെപ്പപ്പ് ഉപയോഗിച്ചിരുന്നു, സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 230 വോൾട്ടേജിനെ ഡൗൺ ചെയ്തിട്ട് 12 വോൾട്ടും 24 വോൾട്ടും ആക്കാൻ വേണ്ടി ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നുണ്ട്. ആ ട്രാൻസ്ഫോമറിനകത്തും ഇതുപോലെ കോയിലുകളാണ് വെച്ചിട്ടുള്ളത്. ഇത് ഒരു ഉപയോഗം. ഇനി DC കറണ്ടിൽ താൽക്കാലിക കാന്തം, അതായത് ഇലക്ട്രോ മാഗ്നറ്റ്, താൽക്കാലിക വൈദ്യുതി കാന്തത്തിന് വേണ്ടിയിട്ടും ഈ ഒരു കോയിലുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് റിലേ അറിയാവുന്നതായിരിക്കും. നിങ്ങൾക്ക് കറണ്ട് ഇതിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഇതൊരു താൽക്കാലിക കാന്തമായി മാറും. അങ്ങനെ ഇത് ഒരു ഇലക്ട്രോ മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യും. ഈ ഒരു രൂപത്തിലും കോയിലുകൾ ഉപയോഗിക്കുന്നുണ്ട്. വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുക. നിങ്ങൾക്കറിയാം, മോട്ടറിനകത്ത് വൈൻഡിങ് ഇതുപോലെ വൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിനകത്ത് ആർമേച്ചർ ഇറക്കി വെച്ചിട്ട് ഈ താൽക്കാലിക കാന്തവും സ്ഥിരകാന്തവും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് അതിങ്ങനെ മോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റാനും വേണ്ടിയിട്ടും കോയിലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ SMPS പവർ സപ്ലൈ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതുപോലെ ആദ്യം ഒരു കോയിൽ, ഇതൊരു കോയിൽ, എല്ലാ SMPS ഇതുപോലത്തെ കോയിലുകൾ കാണും. അപ്പോൾ ഇതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ AC ഫ്രീക്വൻസിയിലെ ആവശ്യമില്ലാത്ത ഫ്രീക്വൻസികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഫിൽറ്ററിങ് ആവശ്യത്തിന് വേണ്ടിയിട്ടും ഇതുപോലെ കോയിലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡക്ടറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറിയാണ് ഇതിൻ്റെ യൂണിറ്റ്. നാനോ ഹെൻറി, മൈക്രോ ഹെൻറി, മില്ലി ഹെൻറി, ഈ രൂപത്തിലാണ് വരുന്നത്. 3 യൂണിറ്റുകൾ. 1000 നാനോ ഹെൻറി എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ ഹെൻറി, 1000 മൈക്രോ ഹെൻറി എന്ന് പറയുന്നത് ഒരു മില്ലി ഹെൻറി. കോയിലിൻ്റെ സിമ്പലുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. സ്കീമാറ്റിക്കിൽ ഉപയോഗിക്കുന്ന സിമ്പൽസ്. ഇവിടെ എയർ കോർ ഉപയോഗിച്ച കോയിലുണ്ട്, അയൺ കോർ ഉപയോഗിച്ച കോയിലുണ്ട്, ഫെറൈറ്റ് കോർ ഉപയോഗിച്ച കോയിലുണ്ട്, വേരിയബിൾ കോർ ഉപയോഗിച്ച കോയിലുണ്ട്. ഈ ഓരോ കോയിലിനും ഏത് രൂപത്തിലാണ് വരുന്നത്, വ്യത്യസ്തമായ രൂപത്തിൽ സ്കീമാറ്റിക്കിൽ സിമ്പൽസ് വരും. ഏത് കോയിലാണ് ഉപയോഗിച്ചത് അതിനനുസരിച്ചുള്ള വ്യത്യസ്തമായ സിമ്പലുകൾ സ്കീമാറ്റിക്കിനകത്ത് വരും. ഇതാണ് എയർ കോർ കോയിൽ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ അതിനകത്ത് കോയിലിനകത്ത് ഒന്നിട്ടില്ല. ഇത് എയർ തന്നെ കോറായിട്ട് ഉപയോഗിച്ച കോയിലുകളാണ് എയർ കോർ കോയിൽ എന്ന് പറയുന്നത്. ഇതാണ് അയൺ കോർ ഉപയോഗിച്ച കോയിലുകൾ എന്ന് പറയുന്നത്. ഇവിടെ ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ ഇത് അറിയാവുന്നതായിരിക്കും. രണ്ടും വൈൻഡിങ് ആണ്, പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അയൺ കോറുകളാണ്. ഈ അയൺ കോറുകൾ ലോ ഫ്രീക്വൻസിയിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇതൊരു AC വോൾട്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ് ആണ്. അപ്പോൾ ഈ അയൺ കോർ ലോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള കോയിലുകൾ മാത്രമേ അയൺ കോർ ഉപയോഗിക്കുള്ളൂ. ഹൈ ഫ്രീക്വൻസിക്കൊക്കെ ഫെറൈറ്റ് കോറാണ് ഉപയോഗിക്കുക. ഈ കാണുന്നതാണ് ഫെറൈറ്റ് കോർ കോയിൽ എന്ന് പറയുന്നത്. ഇത് മഗ്നീഷ്യം, സിങ്ക്, അയൺ, ഈ 3 ധാതുക്കളുടെ ഓക്സൈഡുകൾ മിക്സ് ചെയ്തിട്ടാണ് ഈ ഫെറൈറ്റ് കോർ ഉണ്ടാക്കുന്നത്. ഇത് ഹൈ ഫ്രീക്വൻസി എല്ലാ കോയിലുകളിലും ഫെറൈറ്റ് കോറാണ് യൂസ് ചെയ്യുക. കാരണം ഹൈ ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും പെട്ടെന്ന് നടക്കണം. അതായത് പെട്ടെന്ന് കാന്തമാകുമ്പോൾ പെട്ടെന്ന് കാന്തം വിടുമ്പോൾ ആ രൂപത്തിലുള്ള പ്രവർത്തനം ഇതിനകത്ത് നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഹൈ ഫ്രീക്വൻസിയിൽ ഈ ഫെറൈറ്റ് മാഗ്നറ്റിക് കോർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് വേരിയബിൾ കോർ ഉപയോഗിച്ച കോയിലുകൾ. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കോയിൽ ഇതെല്ലാം തന്നെ വേരിയബിൾ കോറുകൾ ഉപയോഗിച്ച കോയിലുകളാണ്. IF ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ കോയിലുകളാണത്. അത് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ കോയിലുകളാണ്. ഇത് റേഡിയോ ഒക്കെ ഉപയോഗിക്കുന്ന കോയിലുകളാണ്.
ഇതിനകത്തെല്ലാം വേരിയബിൾ കോറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിരിച്ചാൽ ഇതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ആകും. ഇതിന് വേണ്ടിയിട്ടാണ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ കോറുകൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ബാറ്ററി, കപ്പാസിറ്റർ, കോയിൽ ഇത് മൂന്നും സ്റ്റോറേജ് സംവിധാനങ്ങളാണ്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററിക്കകത്ത് ഒരു നിശ്ചിത വോൾട്ടേജും ഉണ്ട്, ആംപിയറും ഉണ്ട്. അത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാനാണ് ബാറ്ററി ഉപയോഗിക്കുന്നത്. കപ്പാസിറ്റർ വോൾട്ടേജ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യൂ. അതായത് ഇൻപുട്ട് വോൾട്ടേജിലുള്ള വ്യതിയാനം ഇതിൽ ഉപയോഗിക്കുന്ന സ്റ്റോറേജ് ഉപയോഗിച്ച് ഔട്ട്പുട്ടിൽ മാറ്റം വരുത്താതെ ഇതിൽ നിന്നുള്ള സ്റ്റോറേജ് സപ്ലൈ ഉപയോഗിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് കപ്പാസിറ്ററിൻ്റെ പരിപാടി. അതായത് വോൾട്ടേജാണ് കപ്പാസിറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കോയിലാണ്. അതായത് ആംപിയർ, ഇപ്പോൾ 2 ആംപിയറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കറണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഉപകരണം എന്നുണ്ടെങ്കിൽ ഇൻപുട്ടിൽ എന്തെങ്കിലും കറണ്ടിൻ്റെ വ്യതിയാനം, അതായത് ആംപിയറിൻ്റെ കുറവ് വന്നാൽ അത് ഈ ഇതിനകത്ത് സ്റ്റോറേജ് ചെയ്യുന്ന കറണ്ട് ഉപയോഗിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിൽ അറിയിക്കാതെ അത് മെയിൻറ്റെയിൻ ചെയ്താണ് കോയിൽ. കോയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആംപിയറാണ്, വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കപ്പാസിറ്ററാണ്, ആംപിയറും വോൾട്ടേജും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബാറ്ററിയാണ്. ഈ 3 രൂപത്തിൽ ഇത് 3ഉം സ്റ്റോറേജ് സാധനങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ബാറ്ററിയായിട്ട് കമ്പയർ ചെയ്ത് ഓർമ്മയ്ക്ക് പെട്ടെന്ന് കാര്യം പിടുത്തും. കപ്പാസിറ്ററും കോയിലും നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടും എന്താ സംഭവം എന്നുള്ളത്. ഇത് ബാറ്ററി ഒരു നിത്യോപയോഗ സാധനം എല്ലാവർക്കും അറിയാവുന്ന ടെക്നീഷ്യന്മാരും അല്ലാത്തവരൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ബാറ്ററി എന്നുള്ള എല്ലാവർക്കും അറിയാം. അതുമായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഇത് ഇതിനകത്ത് എന്താ നടക്കുന്നുള്ളത് അത് ചെറിയൊരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്, ആംപിയർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് കോയിൽ ഉപയോഗിക്കുന്നത്. ഇത് മൂന്നും ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനങ്ങളാണ്. ഇത് സ്ഥിരം സ്റ്റോറേജാണ്, ഇത് ടെമ്പററി സ്റ്റോറേജ്. അതായത് ഇതിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ മാത്രമേ ഇതിനകത്ത് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുള്ളൂ. കോയിൽ മെൻഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ എൽ എന്ന ലെറ്ററാണ്. അതായത് സ്കീമാറ്റിക്കിലും മദർ ബോർഡിലൊക്കെ കോയിൽ മെൻഷൻ ചെയ്യൽ എൽ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാം, കോയിൽ എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ലെറ്റർ സി ആണ് വരുന്നത്. സി ഉപയോഗിക്കുന്നില്ല. അതിന് കാരണം വെച്ചാൽ കപ്പാസിറ്ററിന് ഓൾറെഡി സി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് സി ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഇൻഡക്ടറാണ്. ഇൻഡക്ടർ എന്ന് കോയിലിന് മറ്റൊരു പേരാണ് ഇൻഡക്ടർ എന്നുള്ള. ഇൻഡക്ടർ ആദ്യം എഴുതുമ്പോൾ വരുന്നത് ഐ ആണ് ആദ്യം വരേണ്ടത്. അപ്പോൾ ഈ ഐ ഉപയോഗിക്കാത്തതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആംപിയറിന് ഓൾറെഡി അതും മെൻഷൻ ചെയ്തത്. അതായത് ആംപിയർ കറണ്ടിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഐ എന്നുള്ള ലെറ്റർ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഐയും ഉപയോഗിച്ചില്ല. അപ്പോൾ അതിന് പകരമായിട്ടാണ് എൽ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചുള്ളത്. നിങ്ങൾ ഓർമ്മ ഉണ്ടായിരിക്കണം. കാരണം ഈ ലെറ്ററുകൾ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അത് ഞാനിപ്പോൾ എന്താണെന്നുള്ളത് അടുത്തതിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഡിനോട്ടർ, കോയിലിൻ്റെ ഡിനോട്ടർ ലെറ്റർ വന്നത് എല്ലാണ്. ഈ സ്കീമാറ്റിക്കിൻ്റെ സിമ്പലും ലെറ്ററുകളെല്ലാം ഓരോ ടെക്നീഷ്യന്മാർക്കും അല്ലാത്ത ഇലക്ട്രോണിക്സ് പഠിക്കുന്ന എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഈ ബോർഡ് നിങ്ങൾ കാണുന്നില്ലല്ലോ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഇതെല്ലാം കാണുന്നതെല്ലാം റെസിസ്റ്ററാണ്. ഇവിടെ 6 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാറ്റിനും 6 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൊടുത്തിട്ടുള്ളതിൻ്റെ ലൊക്കേഷൻ നമ്പറാണ്. അപ്പോൾ റെസിസ്റ്റർ നിങ്ങൾക്ക് അറിയാം, റെസിസ്റ്റർ മെൻഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന 6 എന്നുള്ള ലെറ്ററാണ്. ഇനി അതേ സമയത്ത് തന്നെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഇതും രണ്ടും ഒരേ റെസിസ്റ്ററിൻ്റെ സാധനങ്ങൾ, റെസിസ്റ്റർ പോലെ സാധനങ്ങൾ, ഷേപ്പ് റെസിസ്റ്റർ തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താ മെൻഷൻ ചെയ്തിട്ടുള്ളത് സി എന്നാണ് കൊടുത്തിട്ടുള്ളത്, ഇവിടെ ഒന്ന് എൽ എന്ന് കൊടുത്തിട്ടുള്ളത്. അതൊന്നും എങ്ങനെ വരാൻ കാരണം, അതായത് സി എന്ന് പറയുന്നത് കപ്പാസിറ്ററാണ്, എൽ എന്ന് പറയുന്നത് കോയിലാണ്. ഈ ടൈപ്പ് കോയിലുകളും സർക്യൂട്ടിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് 3ഉം ഒരേ ഷേപ്പിലുള്ള സാധനങ്ങളാണ്. പക്ഷേ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇത് കപ്പാസിറ്ററും ഇത് കോയിലും ആയിട്ടാണ്. ഇനി ഇതേ സാധനം തന്നെ ഇവിടെയും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കപ്പാസിറ്റർ സി എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം റെസിസ്റ്ററിൻ്റെ ഷേപ്പിൽ വരാണ്. അപ്പോൾ നിങ്ങൾ റെസിസ്റ്ററിൻ്റെ ഷേപ്പിൽ വരുന്ന കപ്പാസിറ്ററും കണ്ട് കോയിലും കണ്ട് ഈ ഒരു സ്ഥലത്താണ് നമുക്ക് ഈ ലെറ്ററിൻ്റെ ആവശ്യങ്ങൾ ഉപകരിക്കുന്നത്. അതായത് റിപ്പയറിങ്ങിൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങളിത് ഈ സാധനം റെസിസ്റ്ററാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ സർക്യൂട്ടിൽ പണി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രാൻഡഡ് കമ്പനികളെല്ലാം ഇതുപോലെ ഇങ്ങനത്തെ മെൻഷൻ ചെയ്ത് വെക്കുന്നുണ്ട്, എന്താണ് സാധനം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കപ്പാസിറ്ററാണ്, ഇത് കോയിലാണ്. അപ്പോൾ നിങ്ങൾ റെസിസ്റ്ററിൻ്റെ രൂപത്തിലുള്ള കപ്പാസിറ്ററും കണ്ട് കോയിലും കണ്ട് ഓക്കെ. അപ്പോൾ ഈ ഒരു ലെറ്ററുകളാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതെന്താ സാധനം എന്നുള്ളത്. ഇതിനനുസരിച്ച് ഇവിടെ നിങ്ങൾ ഏത് സാധനം ഊരുകയാണെങ്കിലും റിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ബോർഡിൽ എന്താ മെൻഷൻ ചെയ്തുള്ള കൂടി നോക്കണം. നമ്മൾ റെസിസ്റ്ററാണെന്ന് വിചാരിച്ച് അതിൻ്റെ കളർ കോഡ് ഒരിക്കലും മാറ്റിയിടാൻ പാടില്ല. ഇനി അതേപോലെ തന്നെ ഈ സാധനങ്ങൾ കൊണ്ട് ഇവിടെ എല്ലാം ക്യൂ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. Q151, Q152, Q153, 154 ഇതെല്ലാം ട്രാൻസിസ്റ്ററുകളാണ്. ഇതെല്ലാം അതേപോലെ തന്നെ ഇതുപോലെ തന്നെ ഇതും സാധനം നോക്കിയാൽ ഇതെല്ലാം ഒരേ ഷേപ്പാണ്. പക്ഷേ ഇതിന് അടയാളപ്പെടുന്ന യു എന്നാണ്. അല്ല, ഇവിടെ യു എന്ന് അടയാളപ്പെടുന്നത്. ഇത് IC എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെയും അടയാളപ്പെടുന്നത് യു എന്നാണ്. അതെന്താ കാരണം, ഇതേ ഷേപ്പുള്ളതിന് യു എന്ന് അടയാളപ്പെടുത്താൻ കാരണം എന്താണ്, ട്രാൻസിസ്റ്റർ ക്യൂ ആണ് അടയാളപ്പെടുത്തിയുള്ളത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ വരുന്നത് ഒരേ ഷേപ്പല്ലേ സാധനങ്ങൾ. പക്ഷേ ഇതിന് യു അടയാളപ്പെടുന്നത്. അതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് IC ആണ്. ഇത് 3 കാലുള്ള IC ആണ്, ഇത് ട്രാൻസിസ്റ്റർ അല്ല. അപ്പോൾ ഈ ഒരു വകതിരിവിന് വേണ്ടിയാണ് ഇവിടെ ലെറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഇതുപോലെ SMD സർക്യൂട്ടിലും ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന കമ്പോണൻസുകളുണ്ട്. അപ്പോൾ ഈ കമ്പോണൻസിൻ്റെ തിരിച്ചറിവിന് വേണ്ടിയിട്ട് റിപ്പയറിംഗ് റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ലെറ്ററുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ആൾക്കാരെ മൈൻഡിലും ഈ ലെറ്ററുകൾ ഉണ്ടായിരിക്കണം. ഓരോ കമ്പോണൻസിൻ്റെ ലെറ്ററും കമ്പോണൻസിൻ്റെ സിമ്പലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. ഈ ബോർഡ് കണ്ടില്ലേ നിങ്ങൾ, ഇതൊരു ലാപ്ടോപ്പിൻ്റെ മദർ ബോർഡാണ്.
ഇതിനകത്ത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ PD 904, PD 903, PD 901, PU 903 ഇങ്ങനെ 4 നമ്പറുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതെന്താ സാധനം എന്ന് പറയുന്നത് ഈ കോളത്തിൽ സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇതെന്താ സാധനം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതുവഴി ഇങ്ങനെ ഒന്ന് വന്ന് നോക്കണം. ഇവിടെ വന്ന് ഈ ഉപയോഗിച്ച് കൊടുക്കുന്ന 4 സാധനങ്ങളാണ് ഈ കാണുന്നത്. അതായത് ഈ ഡയോഡ് 3 മേലെ അടയാളപ്പെടുന്നുണ്ട്, ഈ ഒരു IC, കുറച്ച് സാധനത്തിൽ ഈ IC, ഈ 4 സാധനങ്ങളാണ് ഈ അടയാളം ഈ കോളത്തിനകത്ത് അടയാളപ്പെടുത്തിയുള്ളത്. ഇത് ഡയോഡാണ്. അതുപോലെ തന്നെ ഡയോഡ് ഇവിടെ PU IC ആണ് അടയാളപ്പെടുത്തിയിരുന്നത്, IC ആണ്. ഓക്കെ, ഇനി ഇതേ സാധനങ്ങൾ ഇവിടെ നിങ്ങൾ നോക്കി ഈ 4 എണ്ണം, ഈ 1, 2, 3, 4 ഇതിനൊക്കെ എന്താണ് ഇവിടെ PD, ഇതിനും PD കൊടുത്തിട്ടുണ്ട്, ഇതിന് PQ കൊടുത്തിട്ടുണ്ട്, ഇതിന് PD കൊടുത്തിട്ടുണ്ട്, ഇതിന് PQ കൊടുത്തിട്ടുണ്ട്. എന്തായാലും 4 ഒരേ ഷേപ്പിലുള്ള സാധനങ്ങളല്ലേ. ഇതെന്താ PD അടയാളപ്പെടുത്താൻ കാരണം? ഇതെന്താ PD അടയാളം വെച്ചാൽ ഇത് ഡയോഡാണ്. ഇത് ഡയോഡാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന് ഇവിടെ 2 കാല്, ഡയോഡ് 2 കാല്, ഇവിടെ 3 കാലുണ്ട്. ഈ ഡയോഡിന് 3 കാല്, ഡയോഡാണ് പിന്നെ ഇതിൻ്റെ 3 കാല്, അതും കൺഫ്യൂഷനാണ്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഇലക്ട്രോണിക്സിനകത്തുണ്ട്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഇതെന്താണെന്നുള്ള ഞാൻ SMD കമ്പോണൻറ്റുകൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണ് 3 കാലിൻ്റെ ആവശ്യം എന്നുള്ളത്. ഓക്കെ, ഇലക്ട്രോണിക് സർക്യൂട്ടിൽ വളരെ അപൂർവമായിട്ട് മാത്രം കേടാകുന്ന സാധനങ്ങളാണ് കോയിലുകൾ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂവിനെ പറ്റിയൊന്നും വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ. കാരണം ഇത് വണ്ണം കൂടിയ കമ്പിയൊന്നും അത്ര പെട്ടെന്ന് കേടായി പോക്കില്ല. ഇത് ആരെങ്കിലും ബലം പ്രയോഗിച്ച് കേട് വരുത്തിയാലൊക്കെ ഈ കോയിലുകൾ കേടാകുള്ളൂ. പിന്നെ കേട് വരുന്ന കോയിലുകൾ തന്നെ ഇത്തരം കോയിലുകൾ, ചെറിയ വണ്ണം കുറഞ്ഞ കമ്പി ഉപയോഗിച്ച് കോയിലുകളാണ് ഓപ്പൺ ആവുക ചെയ്യുന്നത്. ഇതിനകത്ത് എല്ലാ കോയിലിനകത്തും ഈ കമ്പിക്കകത്തും വാർണിഷ് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടാകുന്ന സമയത്ത് ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാർണിഷ് കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വാർണിഷ് കോട്ട് ചെയ്യാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു കോയിലിൻ്റെ എഫക്റ്റായിട്ട് വർക്ക് ചെയ്യുമല്ലോ, കോയിലിൻ്റെ രൂപത്തിൽ വർക്ക് ചെയ്യില്ല. കാരണം ഇതിവിടെ നല്ല ഷോർട്ടായി നിൽക്കും. വാർണിഷ് കോട്ടിങ് ചെയ്യാതെ ഇത് ചുറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ഷോർട്ടായി നിൽക്കും. അപ്പോൾ കറണ്ടിനൊരു സ്വഭാവമുണ്ട്. കറണ്ടിൻ്റെ സ്വഭാവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏത് വഴിയാണോ എളുപ്പ വഴിയുണ്ടോ അതുവഴി കറണ്ടൊക്കെ പാസ് ചെയ്ത് കളയും. അപ്പോൾ ഇതുവഴി വരുന്ന കറണ്ട് പിന്നെ കോയിൽ വഴി ചുറ്റിച്ചിരിയാതെ നേരെ ഇതുകൊണ്ട് പാസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ഈ ചുറ്റുന്ന കോയിലിൻ്റെ കമ്പികളും വാർണിഷ് കോട്ട് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഇത് ബൈ ചാൻസിൽ ചൂടായിട്ട് ഈ വാർണിഷ് കോട്ടിങ് കത്തിപ്പോയിട്ട് ഇതിൻ്റെ ഒരു കമ്പി മേലത്തെ കോട്ടിങ്ങിലേക്കാണ്ട് കയറി ജോയിൻ്റ് ആയി നിൽക്കും. അത്തരം കോയിലുകൾ ഷോർട്ടായിട്ട് പരിഗണിക്കുന്നത്. പിന്നെ എന്നുള്ള കത്തിയിട്ട് ഒരു ഭാഗം എൻഡ് വേറിട്ട് നിൽക്കും, അത് ഓപ്പൺ. ഈ 2 രൂപത്തിലാണ് കോയിലുകൾ സർക്യൂട്ടിനകത്ത് കേട് വരുന്നത്. അപ്പോൾ സർക്യൂട്ടിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് വാല്യൂയോട് കൂടിയുള്ള കണ്ടിന്യൂറ്റി കാണിക്കണം. അതാണ് കോയിലിൻ്റെ ശരിയായ കണ്ടീഷൻ. വാല്യൂ ഇല്ലാതെ കണ്ടിന്യൂറ്റി കാണിച്ചാൽ ആ കോയിൽ ഷോർട്ടാണെന്ന് സംശയിക്കണം. പിന്നെ ചെറിയ കോയിലുകൾ ഇതുപോലെ വണ്ണം കുറഞ്ഞ കോയിലുകളെ കേടുവരുള്ളൂ, വലിയ കോയിലുകൾ അങ്ങനെ കേടുവരാറില്ല. ഈ വണ്ണം കൂടിയ കോയിലുകളൊന്നും അങ്ങനെ കേടുവരാറില്ല. ഇതോടുകൂടി കോയിലിനെ കുറിച്ചുള്ള ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.